വലിയ മാമലകളെ പോലെ, മക്കയുടെ പരിസരത്തുള്ള തിഹാമയുടെ വെളുത്ത പർവ്വതങ്ങളെ പോലെ വലിയ അമലുകളുമായി ഒരുപാട് കർമ്മങ്ങളുമായി അവർ കടന്നു വരും. യജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ. ഇതൊക്കെ അല്ലാഹു തആല പൊടിപൊടിയാക്കി കളയും. അല്ലാഹു തആല നശിപ്പിച്ചു കളയുന്ന വലിയ അമലുകൾ. കുറെ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിയിട്ടുണ്ട്. ഒരുപാട് വലിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാനൂ യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. നിങ്ങൾ രാത്രി നിസ്കരിച്ച പോലെ അവർ നിസ്കരിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസല്ലയോ ഇത്? നിങ്ങൾ നിസ്കരിച്ച പോലെ അവർ നിസ്കരിച്ചവരാണ്. നിങ്ങളൊക്കെ ചെയ്ത സൽക്കർമ്മം അതിലേറെ അവർ ചെയ്തിട്ടുണ്ട്. യജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ. അല്ലാഹു അതൊക്കെ പൊടിപൊടിയാക്കി കളയും, നശിപ്പിച്ചു കളയും. സൗബാൻ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ജല്ലിഹിം ലനാ, ആരാണെന്ന് പറഞ്ഞു തരൂ നബിയേ. ആരാ നബിയേ ഈ വിഭാഗം? ലിഅല്ലാ നകൂന മിൻഹും വലാ നഅലം. ഞങ്ങൾ അറിയാതെ കൂട്ടത്തിൽ പെട്ടുപോവാതിരിക്കാൻ പറഞ്ഞു തരൂ നബിയേ. ആരാണിവർ? ഹജ്ജും ഉംറയും എമ്പാടും ചെയ്യുന്നവർ, ഓരോ കൊല്ലവും സംഘങ്ങളെ കൊണ്ട് ഹജ്ജിന് പോകുന്നവർ, കൂട്ടമായി ഒരുപാട് കാര്യം ചെയ്തവർ, വലിയ സംരംഭങ്ങൾ ചെയ്തവർ, വലിയ പദ്ധതികൾ ഉണ്ടാക്കിയവർ. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ ആ കർമ്മങ്ങളെല്ലാം അള്ളാഹു ധൂളി പോലെ, പൊടിപടലങ്ങളെ പോലെ അള്ളാഹു പറപ്പിച്ചു കളയും. അള്ളാഹു നോക്കുക പോലുമില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹും മിൻ ജിബില്ലതികും, നിങ്ങളുടെ ആളുകൾ തന്നെയാണ്, മുസ്ലിമീങ്ങൾ തന്നെയാണവർ, ഖുർആൻ ഓതുന്നവരാണവർ. യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. ഖിയാമുൽ ലൈലും തറാവീഹും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവര്. എന്താ കുഴപ്പമെന്നറിയോ? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ. ആരും അറിയില്ല എന്ന് വിചാരിച്ചാൽ സമ്പത്തിൽ വെട്ടിപ്പ് നടത്തും. ആരും അറിയില്ലെന്ന് വിചാരിച്ചാൽ വ്യഭിചാരം വരെ ചെയ്യും. ആരും അറിയില്ലെന്ന് വിചാരിച്ചാൽ അവരെ കള്ളു കുടിക്കും. ആരും അറിയില്ലെന്ന് വിചാരിച്ചാൽ അവരെ പച്ച നുണകൾ, പച്ച സത്യമായി പ്രചരിപ്പിക്കും. ഇതുപോലെയുള്ള ഭീമാകാരമായ തിന്മകൾ അല്ലാഹു കാണുന്നില്ല എന്ന് ഒളിവിലും മറവിലും നിന്ന് ആരാരും അറിയാതെ, ആരുടെയും പേര് പറയാതെ അങ്ങനെയാണ് വലിയ കള്ളത്തരങ്ങൾ നടക്കുന്നത്. സോഷ്യൽ മീഡിയകളിലൂടെ പലതും എഴുതിവിടുമ്പോ ആരാണിത് എഴുതിവിട്ടെന്ന് പോലും അറിയില്ല. ചിലപ്പോ യുനാനിമസ്, ആരാണ്, ആളെ പേരറിയില്ല, അൺനോൺ. അല്ലാഹുവിനറിയില്ലേ ഇതൊക്കെ? വെട്ടിപ്പ് നടത്തുന്നത്, തട്ടിപ്പ് നടത്തുന്നത് ഒരു പ്രായമുള്ളൊരു മഹാൻ, 2 കാലിന് സ്വാധീനം കുറവാ. അദ്ദേഹം ഒരാഴ്ച മുമ്പ് ഒരു റെസിപ്റ്റ് കാണിച്ചെന്നിട്ട് പറഞ്ഞു, സാധ്യത 2 ആള് ഒരു കാറിൽ പിരിവിന് വന്നതാ. കാറിൽ പിരിവിന് വന്ന ഒരു സ്ഥാപനമുണ്ട് കർണാടകയിൽ. ചോദിച്ചു, സമസ്തന്റെ തന്നെയാണോ? ആ സമസ്ത ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ശരി, 500 റുപ്യ കൊടുത്തു. റെസിപ്റ്റും തന്നു. റെസിപ്റ്റ് നോക്കുമ്പോൾ 50 എന്നിട്ടിട്ടൊരു വര, 500ൻ്റെ ഒരു പൂജ ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം പ്രായമുള്ള ആളെ നടക്കണമെങ്കിൽ വടികുത്തിപ്പിടിയല്ല, ഒരാൾ സപ്പോർട്ട് ചെയ്യണം. ആ റെസിപ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനം ഞാനൊന്ന് അന്വേഷിച്ചു എവിടെയാണ്. ഫോൺ വിളിച്ചു, ഇങ്ങനെ സ്ഥാപനം ഉണ്ടോ? ആ ഉണ്ട്. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 5 കുട്ടികൾ. 5 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിന് അംബാസഡർ ഒരു മാരുതി കാറിട്ട് 800 വണ്ടി എടുത്തിട്ട് ഓടി പിരിവ് നടത്തുക. എന്നിട്ട് എത്ര കൊടുത്തത്? 500 കൊടുത്തതിന് ബില്ലിട്ടത് എത്ര? 50. 450 എവിടെ പോയി? ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ. ഈ വക തട്ടിപ്പുകളൊന്നും ഒരു മുസ്ലിമിന് ചെയ്യാൻ കഴിയൂല. ഇങ്ങനെയൊക്കെ ദീനി സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെ പള്ളി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ. പച്ചയായ നുണ പറഞ്ഞ്, ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞ്, അള്ളാഹുവിന്റെ ദീനിന്റെ പേര് പറഞ്ഞ് ഹറാമുകൾ ചെയ്യാൻ മടിക്കാത്ത ആളുകൾ. അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ. സിഹ്ർ പോലും ഹലാലാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ? സ്വന്തം സംഘടനകൾക്കെതിരെയോ സ്വന്തം നേതാക്കന്മാർക്കെതിരെയോ എന്തെങ്കിലും വിരൽ ചൂണ്ടുന്ന ആളുകളെ അടക്കി നിർത്താൻ വേണ്ടി പച്ചയായ സിഹ്ർ ചെയ്യുന്നത് ഹലാലാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ കിടക്കുന്നുണ്ട്. കേരളീയ മുസ്ലിമീങ്ങളിലുണ്ട്. അപകടമല്ല ഇതൊക്കെ? എന്ത് ഇസ്ലാമാണിത്? ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ
ഞങ്ങൾക്കത് ഹലാലാണ്, യുദ്ധതന്ത്രം ഹലാലായ പോലെ എന്ന് പറഞ്ഞ് പച്ചയായ ഹറാമുകളെ ഹലാലുവൽക്കരിക്കുകയും അല്ലാഹു തആല നിഷിദ്ധമാക്കിയതിനെ ഹലാലാ പോലെ കൺകൊണ്ട് നടക്കുകയും പച്ചയായ തട്ടിപ്പുകൾ ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിം ഉമ്മത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തുപോകണം ഈ ഹദീസ്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കണ്ണു ചിമ്മിപ്പോയാൽ ആരംഭിക്കുന്ന ലോകമാണിത്. യജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ, പൊടിപൊടിയാക്കി കളയും അല്ലാഹു, പൊടിപൊടിയാക്കി കളയും അല്ലാഹു. എന്തിന്? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, ചോദിക്കാനും പറയാനും ആളില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കണക്കില്ല. കോടാനുകോടി ഈ ഉമ്മത്തിനോട് ബാധ്യതകൾ ഉണ്ടായിരിക്കെ ചോദിക്കാനും പറയാനും ആളില്ല, കണക്കില്ല, ഒരു കാര്യവുമില്ല. തോന്നിയതുപോലെ തോന്നിയത് ചെയ്യുകയും മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ കിടന്ന് തിന്മകളെ നന്മയായി വിചാരിക്കുകയും തിന്മകൾ മറകൾക്കുള്ളിൽ വെച്ച് ചെയ്യുകയും ചെയ്യുന്ന ഓരോ മുസ്ലിമും സംഘടനകൾക്ക് അതീതമായി പറയട്ടെ, ഏത് സംഘടനകളാകട്ടെ, ഏത് രാജ്യക്കാരാവട്ടെ, മുസ്ലിം ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ പറ്റിപ്പോവല്ലേ, നിങ്ങൾ അങ്ങനെ പെട്ടുപോവല്ലേ. എന്തുകൊണ്ടാണ് മുസ്ലിമിന്റെ വ്യക്തിത്വം അറിയപ്പെടുന്നത്? ഒരു മുസ്ലിം മുസ്ലിമാണെന്ന് തെളിയുന്നത് അവന്റെ സംസ്കാരത്തിലൂടെയാണ്. സംസ്കാരം എന്നത് മുസ്ലിമിന്റെ വാക്കാണ്, മുസ്ലിമിന്റെ പ്രവൃത്തിയാണ്. സംസ്കാരം എന്നത് മുസ്ലിമിന്റെ ഇടപാടുകളാണ്, മുആമലാത്തുകളാണ്. ഇതൊന്നും ശരിയില്ലെങ്കിൽ നിസ്കാരമാണോ കാര്യം? നിസ്കാരമാണോ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ അടയാളമായി? മറ്റൊന്നും നോക്കാതെ സർവമാന തട്ടിപ്പുകളും ചെയ്ത് സർവമാന തിന്മകളും ചെയ്ത് മദ്യപാനവും തിന്മയൊക്കെ ചെയ്ത് നടന്ന് ഒരു മനുഷ്യൻ 5 നേരം നിസ്കരിച്ചത് കൊണ്ട് മുസ്ലിമാവുന്നുണ്ടോ? എന്തുകൊണ്ട്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ നിസ്കാരം ശരിയാണെങ്കിൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിങ്ങളുടെ നിസ്കാരം അല്ലാഹു കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിന്മ ചെയ്യാൻ കഴിയൂല. നിങ്ങൾക്ക് പാപങ്ങളിലേക്ക് പോകാതിരിക്കാൻ തടയിടാൻ ഈ നിസ്കാരങ്ങളെ കൊണ്ടാവുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെറുപ്പക്കാരൻ കള്ള് ഷാപ്പിലേക്ക് പോകുന്നത്? പിന്നെ എങ്ങനെയാ ജുമാ നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹു അനുവദിക്കാത്തിടത്തേക്ക് എങ്ങനെയാണ് ആളുകൾക്ക് ഇറങ്ങി നടക്കാൻ തോന്നുന്നത്? നിസ്കരിച്ച നിസ്കാരം സ്വഹീഹായില്ല എന്നതിനർത്ഥം. അതുകൊണ്ട് മുഅ്മിനേ അല്ലാഹുവിന്റെ മുമ്പിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസവും അടിയുറച്ച ഈമാനും വ്യക്തിത്വവും മുസ്ലിമിന്റെ പ്രത്യേകതയാണ്. അന്ത്യനാളിൽ ഈമാൻ ചുരുങ്ങി പോവുകയും ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം തുടങ്ങുമ്പോൾ വിചിത്രമായിരുന്നു. ഇസ്ലാം തുടങ്ങുമ്പോൾ ആളുകൾ ഓരോരുത്തരും ഇസ്ലാം അനുസരിച്ച് ജീവിച്ചപ്പോ അത്ഭുതത്തോടെയാണ് ആളുകൾ നോക്കിയത്. എല്ലാവരും കള്ളുകുടിക്കുന്ന ഒരു നാട്ടിൽ കള്ളുകുടിക്കാതെ ജീവിച്ചവരാണ് മുസ്ലിമീങ്ങൾ. എല്ലാവരും വഞ്ചന ചെയ്ത് കച്ചവടം ചെയ്തപ്പോഴാണ് മൻ ഗശ്ശനാ ഫലൈസ മിന്നാ, വഞ്ചന ചെയ്യുന്നവർ നമ്മിൽപ്പെട്ടവരല്ലെന്ന് പറഞ്ഞ് സത്യസന്ധമായി കച്ചവടം ചെയ്ത മുസ്ലിമീങ്ങൾ. ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും? മദ്യഷാപ്പുകൾ യഥേഷ്ടം നടക്കുമ്പോഴാണ് മദീനയിൽ അനസ് റളിയല്ലാഹു അൻഹു പറയട്ടെ, അല്ലാഹു മദ്യം ഹറാമാക്കി എന്ന ആയത്ത് ഓതി കൊടുക്കുകയേ വേണ്ടൂ. മദീനക്കാർ മുഴുവനും കച്ചവടക്കാർ, നഷ്ടം ലക്ഷങ്ങളാണ്. എന്നാലും കള്ള് ഷാപ്പ് അടച്ചുപൂട്ടി മദ്യത്തിന്റെ സർവഭരണികളും തല്ലിയിട്ട് ഉടച്ച് മദീനയിലൂടെ കള്ളുകൾ ഒഴുകുകയായിരുന്നു. കള്ളൊഴുകി എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു എക്സാജറേഷൻ അല്ല, നടന്ന റിയാലിറ്റി. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഭാവനം ചെയ്ത ഒരു ഉമ്മത്ത് തിന്മകൾ ഉണ്ടാകുമ്പോൾ പതറുന്നവരല്ല, അല്ലാഹുവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരാണ്. അല്ലാഹുവേ, ആ ഉറച്ച ഈമാൻ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത പ്രഗൽഭരായ അലിമീങ്ങളിൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണോ അല്ലയോ, ഖുർആൻ മഖ്ലൂഖാണോ അല്ലയോ എന്ന ഒരു ചർച്ച അന്ന് നടന്നു. അന്നത്തെ ബിദ്അത്തുകാർ, അന്നത്തെ പുത്തനാശയക്കാർ വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണ്, സൃഷ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അല്ല, അല്ലാഹുവിന്റെ ദാത്ത്, അല്ലാഹുവിന്റെ സിഫത്ത് രണ്ടും അസലിയാണ്.
അള്ളാഹുവിന്റെ ദാത്ത് പോലെ തന്നെ റബ്ബിന്റെ വിശേഷണങ്ങളും ആട്രിബ്യൂട്ട്സും ഒരിക്കലും തന്നെ സൃഷ്ടിയല്ല എന്ന് വാദിച്ചതിന്റെ പേരിൽ മുഅ്തസിമിന്റെയും വാഹിഖ് ബില്ലയുടെയും ഇബ്നു അബീ ദുആദിന്റെയും ഒക്കെ ക്രൂരമായ അടികൾക്ക് പ്രഹരങ്ങൾക്ക് പാത്രീഭൂതനായ അല്ലാമ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻ ഒരിക്കലും തന്നെ പതറിപ്പോയിട്ടില്ല. അടിയുറച്ചു നിൽക്കുകയായിരുന്നു. പതറിയില്ലല്ലോ. അടികൊണ്ട് രണ്ടടി അടിക്കാൻ പറയാം മുഅ്തസിം. ചാട്ടവാറ് രണ്ടെണ്ണം കൊണ്ടുവന്ന് സർവശക്തിയും ഉപയോഗിച്ച് രണ്ടടി. ജല്ലാദുമാർ അടിക്കുന്ന ആളുകൾ രണ്ടടി അടിക്കുമ്പോഴേക്കും ബോധം കെട്ട് വീടുപോകുമായിരുന്നു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആളുകൾ പറഞ്ഞു, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ ഒന്ന് പറഞ്ഞൂടെ ജനങ്ങൾക്ക് വേണ്ടിയെങ്കിലും അള്ളാഹിന്റെ കലാമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാം സൃഷ്ടിയാണ് എന്ന് ഒന്ന് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കും, ഞാൻ മരിച്ചു പോകും, ഞാൻ പറഞ്ഞ വാക്കുകൾ ബാക്കിയാവും. അങ്ങനെയാണെങ്കിൽ പിൻഗാമികളായ ആളുകൾ അള്ളാഹുവിന്റെ കലാമിനെ പറ്റി തെറ്റി വിചാരിക്കാൻ ഞാൻ കാരണമാവില്ലേ? വിട്ടുകൊടുക്കൂല. അതുകൊണ്ട് ഞാൻ അടിപതറാതെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ ആ വിഷയത്തിൽ വിട്ടുവീഴ്ചക്ക് റെഡിയില്ലാതെ, വിട്ടുവീഴ്ചക്ക് ഒരുക്കമല്ല എന്ന് പറഞ്ഞ് അടിപതറാതെ നിന്നു. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമികമായ ഏതെങ്കിലും ഒരു അനുഷ്ഠാനം വരുന്ന നേരത്ത്, ഇസ്ലാമികമായ എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ എന്തിനാണ് മുൻഗണന? ആർക്കാ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്? അള്ളാഹുവിനാണോ അതല്ല നമ്മുടെ ശരീരേച്ഛകൾക്കാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അതിന്റെ ശേഷവും ത്യാഗങ്ങൾ ഒരുപാട് അനുഭവിച്ചവരാണ് മുഅ്മിനീങ്ങൾ. സലഫ് സ്വാലിഹീങ്ങളിൽ ഒരാൾ അന്നത്തെ അക്രമിയായ ഒരു ഭരണാധികാരിയോട് സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നായകളെ വിശക്കാനിട്ട്, ദിവസങ്ങളോളം വിശക്കാനിട്ട് മഹാന്മാരായ ആലിമീങ്ങളുടെ ശരീരം കടിച്ചു തിന്നാൻ വിടുമായിരുന്നു. അപ്പോഴും അവര് പറഞ്ഞത്, ലൗ കുൻതു ഹുകിംതു ബിഹഖിൻ ഫഅന അർതദി അൽ ഹഖ്. സത്യം പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ കഥ കഴിക്കുന്നത് എങ്കിൽ ഞാനത് ഇഷ്ടപ്പെടുന്നു. وإن كنت حكمت بباطل فأنا أعلى من أن نسترحم الباطل. അതുകൊണ്ട് ഒരു തിന്മയിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ആ തിന്മയാണ് എന്റെ നിലപാടെങ്കിൽ എന്തിനാ ഞാൻ കരുണ ചോദിക്കേണ്ടത്? അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല, ഞാൻ സത്യത്തിലാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞ് ശരീരത്തിൽ നായ കടിച്ച മുറിവുകളോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞ, എങ്ങനെയാ മരണം വധിക്കാനാണ്, കൊല ചെയ്യാനാ തീരുമാനിച്ചത്? ആ മഹാനുഭാവനെ കൊല ചെയ്യാൻ കൊണ്ടുപോകുമ്പോ അന്നത്തെ ഉലമാ ഉദ്ദുന്യയിൽപ്പെട്ട ആളുകൾ, രണ്ടു തരം ആലിമീങ്ങളുണ്ട് ലോകത്ത്. എക്കാലത്തും അന്നും ഇന്നും ഖിയാമത്ത് നാൾ വരെ ലോകത്തുണ്ടാകും. ഒരു വിഭാഗം പൈസയുടെ ആലിമീങ്ങൾ, അവരെയാണ് ഉലമാ ഉദ്ദുന്യ എന്ന് പറയാം. ഒരു വിഭാഗം പൈസക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുന്നവർ, അവർക്കാണ് ഉലമാ ഉൽ ആഖിറ എന്ന് പറയാ. രണ്ട് വിഭാഗം ആലിമീങ്ങളുണ്ട്. അന്നത്തെ ഉലമാ ഉദ്ദുന്യ, പൈസക്ക് വേണ്ടി ജീവിച്ച ഒരു പണ്ഡിതൻ, മഹാനായ ഈ സലഫ് സ്വാലിഹിയെ, ഈ മഹാനായ പണ്ഡിതനെ കൊലക്കയറിലേക്ക് കൊണ്ടുപോകുമ്പോ അയാൾ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളൂ എന്ന്. ആരോട്? ആരായി പറയുന്നത്? പൈസക്ക് വേണ്ടി നടക്കുന്ന ഒരു ആലിം, അല്ലാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോകുന്ന ഒരു ആലിമിനോട്. ആ ആലിമ പറഞ്ഞു, ഉഖാദു ഇലൽ മൗതി മിൻ അജ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം സത്യമായി പുലരാനാണ് ഞാനിവിടെ മരണം വരിക്കാൻ പോകുന്നത്. നിങ്ങളാണെങ്കിലോ വതർജിഉ അൻത ലിതഅകുല ഫതാതൽ മവാഇദി ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസ്ലിമിന്റെ പേര് പറഞ്ഞ്, എന്തെങ്കിലും ആഭാസങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് കാശുണ്ടാക്കാനല്ലേ നിങ്ങൾ നടക്കുന്നത്? ഞാൻ ഈ ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. ഭീരുക്കളായ ആളുകൾക്ക് ഉറങ്ങാൻ കഴിയാതിരിക്കട്ടെ എന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച പോലെ അലിമീങ്ങളുടെ നിലപാടുകൾ, സാധാരണക്കാരുടെ നിലപാടുകൾ, ഓരോരുത്തരുടേതും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വേണ്ടി, ഈമാനിന് വേണ്ടി, ഇഹ്സാനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി കടുത്ത രീതിയിൽ, വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ ആചാരവും നമ്മുടെ വിശ്വാസ കർമ്മങ്ങളും ഒരാളുടെ മുമ്പിലും മടിയുറവെക്കാതെ ഉറച്ചു ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അത്തരം ഒരു ചിന്തകൾക്ക് നമ്മുടെ ഈ സദസ്സ് സഹായകമാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വന്നത് വിജയിച്ചു. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൽബിലേക്ക് വരികയാണെങ്കിൽ മണിക്കൂറുകളോളം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കഴിഞ്ഞു. അങ്ങനെ ഒരു ഈമാൻ എനിക്കും വേണമെന്ന കൊതിയെങ്കിലും കൽബിലുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വരവും പോക്കുമെല്ലാം ലാഭമാണ്. അല്ലാഹുവേ 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 ഞങ്ങൾക്ക് കൽബുകളിൽ തട്ടുന്ന വിശ്വാസം നൽകണേ തമ്പുരാനേ. പ്രസിദ്ധനായ ആലിം ഖുറാസാനിന്റെ പണ്ഡിതൻ മഹാനായ മുഹമ്മദ് ബിൻ ആസിം റഹ്മത്തുള്ളാഹി അലൈഹി, ഖുറാസാൻ കണ്ട പ്രഗൽഭനായ മുഹദ്ദിസാണ് മുഹമ്മദ് ബിൻ ആസിം റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ റഷ്യയിൽ നിന്ന്, ഖുറാസാൻ ഇന്നത്തെ റഷ്യയുടെ ഭാഗമാണ്, ഖുറാസാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് വരുന്ന ഇൽമു പഠിക്കാൻ വേണ്ടി. ആ സമയം ബഹുമാനപ്പെട്ടവർക്കറിയാമെന്ന് ഇമാമുനൽ അഹ്മദ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വീട്ടു തടങ്കലിൽ കഴിയുന്ന കാലമാണ്. ബഹുമാനപ്പെട്ടവർ സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച്, പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, ആൺകുട്ടിയില്ലായിരുന്നു, ഒരുപാട് പെൺമക്കളുണ്ട്. ആ പെൺമക്കളെ മുഴുവനും നാട്ടിൽ നിർത്തിയിട്ട് ഖുറാസാൻ റഷ്യയിൽ നിന്ന് ഇങ്ങ് താഴേക്ക് ബഗ്ദാദിലേക്ക്, ഇറാഖിലേക്ക് വന്നിരിക്കുന്നു ഇൽമു പഠിക്കാൻ. നമ്മൾ വിചാരിക്കും ഇതുപോലെയുള്ള ആണത്വവും ഇതുപോലെയുള്ള ഉറച്ച വിശ്വാസവും വലിയ വലിയ ആലിമ്യങ്ങൾക്ക് മാത്രമാണോ? അല്ല, ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്ത ത്യാഗമാണ് മുഹമ്മദ് ഇബ്നു ആസിം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ പെൺമക്കൾ, ആ മഹാനുഭാവന്റെ പെൺമക്കളെ ഒറ്റക്കാക്കി ഒരു ആള് പോലും നോക്കാനില്ലാതെ, ആൺമക്കളില്ല, ബാപ്പയാണ് യാത്ര ചെയ്യുന്നത്. എവിടേക്ക്? ബഗ്ദാദിലേക്ക്. അന്നത്തെ യാത്രയല്ലേ, തിരിച്ചു വരുമോ വല്ല ഉറപ്പുണ്ടോ? ഒന്നെങ്കിലായി, ഇല്ലെങ്കിൽ മരിച്ചു എന്ന് കരുതണം. അത്രയേ ഉള്ളൂ. ഒരു വിവരമില്ലല്ലോ, ഫോൺ വിളിയുണ്ടോ, മൊബൈലുണ്ടോ, ഒന്നില്ലല്ലോ. ബഗ്ദാദിലേക്ക് വന്നു. അപ്പോഴാണ് അറിയുന്നത് ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹു. ഒന്നിലേറെ തവണ നമുക്ക് ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ അനുസ്മരിക്കാനുണ്ട്. വീണ്ടും ചരിത്ര സംഭവങ്ങൾ വരാനിരിക്കുന്നു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഖൽഖുൽ ഖുർആനിന്റെ വിഷയത്തിൽ നിന്ന് പ്രയാസത്തിലാണ്. വിശുദ്ധമായ ഖുർആൻ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ ദാത്ത് പോലെ തന്നെ അസലിയാണ്. അത് സൃഷ്ടിയാണെന്ന് പറയാൻ കഴിയില്ല. ഖുർആന്റെ പേജിനെ കുറിച്ചല്ല, ഖുർആന്റെ ചട്ടയെ കുറിച്ചല്ല, ഖുർആൻ എഴുതിയ മഷിയെ കുറിച്ചല്ല. ഖുർആൻ എന്ന അള്ളാഹുവിന്റെ സംസാരം അത് മഖ്ലൂഖല്ല, അത് സൃഷ്ടിയല്ല, അത് സൃഷ്ടാവിന്റെ വിശേഷണമാണ് എന്ന് വാദിച്ച മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. അതിന്റെ പേരിൽ 40 കൊല്ലത്തോളം കഠിനമായ ശിക്ഷകൾക്ക് വിധേയമായിട്ടുള്ള പണ്ഡിതൻ. ബഹുമാനപ്പെട്ടവരെ, അന്ന് വീട്ടുതടങ്കലിലാണ്. അപ്പോഴാണ് ബഗ്ദാദിൽ ദർസ് തുടങ്ങിയ മഹാനായ മുഹമ്മദ് ഇബ്നു ആസിം എന്നവരെ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇമാമുന അഹ്മദ് എന്നവരുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കുമൊന്ന് പറയുകയല്ലേ, ഖുർആൻ ഗൈറു മഖ്ലൂഖ്, ഖുർആൻ മഖ്ലൂഖല്ല, ഖുർആൻ സൃഷ്ടിയല്ല, അത് സൃഷ്ടാവിന്റെ വിശേഷണമാണ്. സൃഷ്ടാവ് സൃഷ്ടിയല്ലല്ലോ, മുഖാലിഫുൽ ലിൽ ഹവാദിഥല്ലേ. ഇത് നമുക്കൊന്ന് ഉറക്കെ വിളിച്ചു പറയാം. അപ്പോഴാ ഓർക്കുന്നത്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ തല പോയി പോകും, അവരെ കൊന്നുകളയും. അന്നത്തെ രാജാവ് വാസിഖ് ബില്ലയുണ്ട്, മുഅ്തസിമുണ്ട്, ഇബ്നു അബീ ദുആദുണ്ട്. ഇവരൊക്കെ വലിയ കൊടിയാക്രമികളാണ് അന്നത്തെ കാലത്ത്. എന്തു ചെയ്യണം? ഒരൽപ്പം പകച്ചുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്വന്തം പെൺമക്കൾ റഷ്യയിൽ നിന്ന് ബഗ്ദാദിലേക്ക് ഒരു കത്ത് വിടുന്നത്. പെൺമക്കൾ കൂടി കത്തെഴുതി വാപ്പാക്ക്. വാപ്പ വേഗം വരുന്നല്ല എഴുതിയത്. വാപ്പ വരുമ്പോ എന്താ കൊണ്ടുവരാ, എന്ത് ടോയാ ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത്? അതല്ല ഈ പെൺകുട്ടികൾ ചോദിക്കുന്നത്. എന്താ പറഞ്ഞെന്നറിയോ? ആ പെൺമക്കൾ കത്തിലെഴുതി, യാ അബാനാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാ, ഖദ് സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അന്ന റജുല ഖദ് അന്നാസ ഇലൽ ഖൗലി ബിഖൽഖിൽ ഖുർആൻ, നിങ്ങളുടെ നാട്ടിലെ ഭരണാധികാരി അള്ളാന്റെ കലാമ് സൃഷ്ടിയാണ് എന്ന് വാദിക്കാൻ ആളുകളെ നിർബന്ധിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഉപ്പാ. അതിന് വാപ്പ സപ്പോർട്ട് ചെയ്യരുത്, ആ വാദത്തോട് വാപ്പ യോജിക്കരുത്. അള്ളാഹുവിനെ തന്നെയാണ് സത്യമുപ്പ.
4-5 പെൺകുട്ടികളാണ് കത്തെഴുതുന്നത്. യാ അബാന, ഞങ്ങളുടെ ഉപ്പ, നിങ്ങൾ മരിച്ചു എന്ന വിവരം ഞങ്ങൾക്ക് കിട്ടുന്നത് അഹബ്ബു ഇലൈനാ മിൻ അൻ നസ്മഅ അന്നക ഖുൽത ബിഖൽഖിൽ ഖുർആൻ. ആ രാജാവിന്റെ വാദം നിങ്ങൾ അംഗീകരിച്ചു, വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വാപ്പ നിങ്ങൾ പറയുന്നതിനേക്കാളും ഞങ്ങൾക്കിഷ്ടം നിങ്ങൾ സത്യം പറഞ്ഞ് മരിച്ചു എന്ന് കേൾക്കലാണെന്ന് റഷ്യയിൽ നിന്ന് വാപ്പക്ക് കത്തെഴുതി കൊടുത്ത പെൺമക്കൾ. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ധീരമായ നിലപാടുകളെടുത്ത, ദീനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ട ഉപ്പ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല മഹിതമാർക്ക്, മംഗമാർക്ക്, പെൺകുട്ടികൾക്ക് മാതൃകയാണ് മഹാനായ മുഹമ്മദ് ബിൻ ആസിം അൽ മുഹദ്ദിസ് റഹ്മഹുള്ളയുടെ ഈ പെൺമക്കളുടെ അനുഭവം. വാപ്പയോട് പറയാണ്, ഉപ്പ ജീവനോടെ വാപ്പ ഒന്ന് നുണ പറഞ്ഞ് നടക്കലല്ല ഉപ്പ ഞങ്ങൾക്ക് വേണ്ടത്. ഉപ്പ സത്യം പറഞ്ഞു മരിച്ചു എന്ന മരണവാർത്ത കേൾക്കലാണ് ഉപ്പ അസത്യത്തിന് കൂട്ടുനിൽക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഉത്തമം എന്ന് പറഞ്ഞ പെൺകുട്ടികൾ. നമ്മുടെ മുൻഗാമികളായ സലഫുസ് സ്വാലിഹീങ്ങൾ അവരുടെ ഭാര്യമാര്, സ്വന്തം ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയുമായിരുന്നവത്രേ, യാ ഹാദാ, അല്ലയോ വാപ്പ, അല്ലയോ ഭർത്താവേ, ജ്യേഷ്ഠനെ, സഹോദരനെ. പെൺമക്കൾ പറയും, ഭാര്യമാര് പറയും, പെൺമക്കൾ പറയും, പെണ്ണുങ്ങൾ പറയും ആണുങ്ങളോട്, ജോലിക്ക് പോകുന്നവരോട്, ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയും കേട്ടോ, വലാ നസ്ബിറു അലന്നാർ, അല്ലാഹുവിന്റെ നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ലാ തജീബിനാ ഇല്ലാ ബിൽ ഹലാൽ, ഞങ്ങൾക്ക് ഹലാൽ മാത്രമേ കൊണ്ടുവരാവൂ. ആളുകളെ പറ്റിച്ച പൈസ കൊണ്ട് വീട്ടിലേക്ക് വരല്ലേ, ആളുകളെ വഞ്ചിച്ച പൈസയുമായി ഇങ്ങോട്ട് വരല്ലേ. ആളുകളെ വഞ്ചിക്കുകയും ആളുകളെ ഇല്ലാത്തത് പറഞ്ഞു പരത്തുകയും ചെയ്ത്, വഞ്ചന ചെയ്ത്, കള്ളക്കച്ചവടം ചെയ്ത് ആളുകളെ വഞ്ചിതരാക്കി നിങ്ങൾ ഒരു പൈസ പോലും കൊണ്ടുവരല്ലേ. അത് ഞങ്ങൾ കഴിച്ചാൽ ഞങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് ഹലാലായ ഒരു പൈസയും കിട്ടിയില്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ച് പട്ടിണി കിടക്കാനെങ്കിലും ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ എന്ത് വേണ്ട, ഹറാമായ പൈസ വേണ്ട എന്ന് സ്വന്തം വീട്ടിലെ ചെലവ് നടത്തുന്ന ആൺമക്കളോട്, ഭർത്താക്കന്മാരോട്, പാപ്പമാരോട് അന്നത്തെ പെൺകുട്ടികൾ പറഞ്ഞിരുന്നുവെന്ന് നമ്മുടെ ഇമാമമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പെണ്ണുങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ? നമ്മൾ എന്താ പറയാ, എങ്ങനെയാണെങ്കിലും തിരക്കേടില്ല, കുറച്ച് പലിശക്കങ്ങ് ലോൺ എടുത്താലും കുഴപ്പമില്ല, എനിക്ക് 5 പവന്റെ വള വേണം, അല്ലേ? ഇതല്ലേ പറയാ. മറ്റേ കുട്ടിയുടെ മുടികളച്ച നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ അഖീഖത്തിന് ഇറക്കണം. എന്താ ചെയ്യുക, അഖീഖത്ത് സുന്നത്താണ്, കഴിയുന്ന ആൾക്കാർക്ക് ചെയ്താൽ മതി, അല്ലേ? 7ന്റെ അന്ന് ചെയ്ത വളരെ പുണ്യമാണ്, എപ്പോഴും ചെയ്യാം. 2 കിൻഡൽ തന്നെ വേണം. 1 കിലോ ഇറച്ചി വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. പക്ഷെ മാനക്കേടല്ലേ, നമ്മുടെ പെണ്ണിന്റെ കുടുംബക്കാരെന്താ വിചാരിക്കുക? അതുകൊണ്ട് നീ വാങ്ങ്. ഉമ്മ പൈസ അല്ല ഉമ്മ, എന്തെങ്കിലും കാട്ടിയിട്ട് നീ എന്ത് ചെയ്യണം, അറിവ് നടത്തണം. നമ്മൾ അയലോക്കക്കാർ വെച്ചത് 1.5 കിൻഡൽ, നമുക്ക് 2 കിൻഡൽ വേണം. എന്തിനാ ഉമ്മ ഇതൊക്കെ? എന്തിനാ സഹോദരൻ? ആരോടാ നിങ്ങൾ മത്സരിക്കുന്നത്? ആരെയാ നിങ്ങൾ ഞെട്ടിക്കണത്? ഒരു മനുഷ്യന് ഹലാലായ സമ്പാദ്യമുണ്ടോ, കഴിവുണ്ടോ, യുസ്റുണ്ടോ, അവൻ ചെയ്തോട്ടെ. നിർബന്ധമല്ലല്ലോ. അഖീഖത്ത് നിർബന്ധാണോ? അല്ല, സുന്നത്താണ്. പറ്റുന്ന ആളുകൾ ചെയ്തോ. നമ്മളെ വാപ്പ നമ്മൾ ജനിച്ചിട്ട് നമുക്ക് അഖീഖത്ത് അറുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ അഖീഖത്ത് നമുക്ക് ഇപ്പൊ അറക്കാൻ പറ്റും. പിന്നെന്തിനാ വിഷമിക്കണം? ഏത് സമയത്തും ചെയ്തൂടെ? എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്തേക്കണം. ഇതാ പറഞ്ഞു കൊടുക്കുക മക്കളോട്, സ്വന്തം മക്കളോട്. ഉമ്മ പറയുന്നുണ്ട്, മോനെ, ഉമ്മാക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ മോനെ ഹലാലായ പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി മോനെ. അതിന് വേണ്ടി അന്യായമായ പലിശക്ക്, നീ വട്ടിപ്പലിശക്ക് നീ എന്താ കടം വാങ്ങിക്കേണ്ട മോനെ, അതൊന്നും നമുക്ക് വേണ്ട. അള്ളാഹു നമുക്ക് ചെയ്യാം. ഇങ്ങനെ പറയുന്നവരാരാ ഉള്ളത്? കുഞ്ഞിന്റെ 40, കുഞ്ഞിന്റെ 20, കുഞ്ഞിന്റെ 90, എന്തിന്? സൗകര്യമുണ്ടോ ചെയ്തോളൂ. ഹലാലിലൂടെ ചെയ്യാൻ പറ്റുമോ ചെയ്തോ. ഹറാമ് കൊണ്ട് എന്തിനു ചെയ്യണം? ഇങ്ങനെ സ്വന്തം വീട്ടുകാരോട് ഹലാല് ഞങ്ങൾക്ക് മതി, ഹറാമ കൊണ്ടുവരല്ലേ. ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പ്രയാസമില്ല, വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം. വലാ നസ്ബിറു അലന്നാർ, ഞങ്ങൾക്ക് നരകം സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടുകാരോട് ഹലാല് മതി എന്ന് പറഞ്ഞ പെൺകുട്ടികൾ. ഇത് മുസ്ലിമിന്റെ സംസ്കാരമാണ്. ഈ പെൺകുട്ടികളാണ് അഭിമാനം. ഇവരാണ് ഉമ്മത്തിന് ഏറ്റവും നല്ല ജനറേഷനെ സമ്മാനിക്കുന്നത്. ഈ ചിന്തയുള്ള പെൺകുട്ടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഉറച്ച വിശ്വാസം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ ഉറച്ച വിശ്വാസമുള്ള ഒരു വിഭാഗം
വേറെ ഒരു വിഭാഗം നമുക്ക് കാണാൻ കഴിയും. മിൻഹും മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്. വക്കിൽ നിന്ന് അല്ലാഹു ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. വക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സ്റ്റേജ് ഇച്ചിരി ഹൈറ്റ് ഉണ്ടല്ലോ. ഈ വക്കത്ത് നടന്നങ്ങ് വീണുപോയാൽ കഴിഞ്ഞു അല്ലേ? ഊര മുറിയാനോ തല മുറിയാനോ ഒക്കെ ഇപ്പം അത് മതിയാവും. വക്കിൽ നിൽക്കുക. ഇങ്ങോട്ട് സ്റ്റേജിൽ കയറിയിട്ടില്ല, അല്ലെങ്കിൽ വീട്ടിലേക്കാണ് കയറിയിട്ടില്ല, ആ വക്കിലൂടെ നടക്കുകയാണ്. ഡേഞ്ചർ എന്നാണ് നമ്മൾ പറയുക അല്ലേ? എന്ന് പറഞ്ഞാൽ നിസ്കാരം തുടങ്ങിയിട്ടില്ല. റമദാനിൽ ഏതോ ഒരു ഉസ്താദിൻ്റെ വാദം കേട്ട് സാധു നിസ്കാരമൊക്കെ തുടങ്ങി, അവസാനത്തെ 10 നല്ല ഖിയാമുൽ ലൈലൊക്കെ ഇസ്തികാഫൊക്കെ ഹയാത്തൊക്കെ ആക്കി നിസ്കാരം. പണ്ട് നിസ്കരിക്കാൻ വലിയ മടിയുള്ള ഒരാൾ, ജീവിച്ചിരിപ്പുള്ള ആളാണ്. നിസ്കരിക്കാൻ വലിയ മടിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ നിസ്കരിക്കാൻ വേണ്ടി ഒരു മഗ്രിബിന് കൊണ്ടുപോയി നിസ്കരിപ്പിക്കാൻ കൊണ്ടുപോയ ആൾ ഈ സദസ്സിലുണ്ട്. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി അതിന് സാക്ഷിയായ നിസ്കരിക്കാൻ കൊണ്ടേ മഗ്രിബ് ആദ്യമായിട്ട് നിസ്കരിക്കാം. വയസ്സ് 19 കഴിഞ്ഞതിൻ്റെ ശേഷം കഥ കേട്ടോ. അയാൾ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച അയാളെ കാണുകയും ചെയ്തു. അപ്പോൾ ആളാരാന്ന് നിങ്ങൾക്ക് പറയില്ല, ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഗീബത്തും നമീമത്തൊന്നും അല്ല, മൂപ്പര് പറയണുണ്ടാവില്ല. പക്ഷെ കാര്യം മനസ്സിലായി. ഒരു ഉദാഹരണം, അന്ന് മഗ്രിബ് ആദ്യത്തെ മഗ്രിബ് നിസ്കാരത്തിന് കയറാണ് പള്ളിക്ക്. മഗ്രിബ് ഇമാം വന്ന് 4 റക്അത്ത് നിസ്കരിച്ചത്. മൂപ്പര് പറഞ്ഞു, കണ്ടില്ലേ കട്ടക്കാലം പിടിച്ചവന് എവിടെ ചെന്നാലും കട്ടക്കാലം തന്നെ. സാധാരണ മഗ്രിബ് നിസ്കരിക്കണ മൂല്യര് മൂപ്പര് ആദ്യമായിട്ട് വരിക. അന്നത് 4 പിന്നെ മൂപ്പരിൻ്റെ ശേഷം പിന്നെ പോലുണ്ടെന്ന് അള്ളാഹു ആലം. അള്ളാഹു തആല ഹിദായത്ത് നിലർത്തി കൊടുക്കട്ടെ. പള്ളിക്ക് നിസ്കാരമൊക്കെ തുടങ്ങിയിട്ട് പെരുന്നാളിൻ്റെ പുതിയ ചെരുപ്പ് കളവ് പോയാൽ നിസ്കാരം നിർത്തണ മനുഷ്യന്മാർ. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. വലിയ ആവേശത്തിൽ നിസ്കാരമൊക്കെ ഉഷാറ, പെരുന്നാൾക്ക് അന്തസ്സിൽ കുപ്പായ കെട്ടുപോയതാ. അന്ന് ചെരുപ്പ് കട്ടുകൊണ്ടോണ മനുഷ്യന്മാർ. നമ്മുടെ നാട്ടിൽ എന്തിനാ കട്ടുകൊണ്ടോ എനിക്കല്ല. അത് ആരെയും വാങ്ങിക്കുമോ? അല്ല വെറുതെ ഇട്ട് നടക്കാണ്. എന്തിനായി കട്ടുകൊണ്ടോണോ? അല്ലാഹു ആലം. ഇപ്പം ഒന്നുമില്ലല്ലേ, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടില്ലേ? ആരും നല്ല ചെരുപ്പ് നിട്ട് പോകണില്ല പള്ളി. ഇതൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? അല്ലെ അമുസ്ലിം കേട്ടാൽ ഈ കൗമൈ 30 ദിവസം നോമ്പ് വെച്ചിട്ട് അള്ളാഹിനെ പിടിച്ച് നടന്നിട്ടേ 31-ാം ദിവസം ചെരുപ്പ് കട്ടുകൊണ്ടോണോ മനുഷ്യന്മാരാണ്. എങ്ങനെ പറയാം? എത്ര വലിയ നാണക്കേടാണ്. അപ്പോൾ ആദ്യമായിട്ട് നിസ്കാരം തുടങ്ങുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഇനി നിർത്തും, എൻ്റെ ചെരുപ്പ് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താ അടുത്ത തവണ പോകാമെന്നറിയില്ല, ഞാൻ പള്ളിക്കില്ല. ഈ വക്കിൽ നടക്കണ മനുഷ്യന്മാർ എന്തെങ്കിലും അല്ലാഹു തആല ചോദിച്ചതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇടക്ക് അല്ലാഹു തആല അങ്ങ് പരീക്ഷിച്ചു. ഞാനില്ല, ഞാൻ ഇത്ര ഹദ്ദാന്തറാത്തീബും സ്വലാത്തും ദിക്റൊക്കെ ചൊല്ലി എല്ലാവിധ നന്മയും എല്ലാ വിറുതും എല്ലാ ഖുർആനും ഒക്കെ ഓതി നടന്നിട്ടേ അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നത് കണ്ടില്ലേ? കള്ളു കുടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ അന്തസ്സിലതാ നടക്കുന്ന, ഒരു കുഴപ്പമില്ല, എനിക്ക് അള്ളാഹു ഇതാ രോഗം തന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ വക്കിൽ വെച്ച് ചിന്തിക്കുന്ന അവസ്ഥകളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയല്ല, അള്ളാഹു തആല പരീക്ഷണം തന്നാലും അള്ളാഹു തആല സൗഭാഗ്യങ്ങൾ തന്നാലും നമ്മൾ അള്ളാഹുവിന്റെ കൂടെയാണ്. അങ്ങനെ വക്കിലൂടെ നടന്നുപോയ ഒരു മനുഷ്യന്റെ ചരിത്രമുണ്ട്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. നമുക്കത് പറയണം. ഒന്ന് സ്വലാത്ത് ചൊല്ലി എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ഫ്രഷായിട്ട് സ്റ്റേജുമുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട ഇൻഷാ അല്ലാഹ്. ഇത് ഒന്നുകൂടെ പറയണം. ഈ എഴുന്നേൽക്കണം എന്തിനാണെന്നറിയോ? വലിയ തിരക്കില്ലോലിൻ്റെ ഇടയിൽ കൂടെ പോയിക്കോളി, ആരും കാണൂല. അപ്പോൾ കയ്യും കാലൊക്കെ ഒന്ന് പൊന്തിച്ചൊക്കെ ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് തരിപ്പൊക്കെ ഒന്ന് മാറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ മൂത്രമൊഴിക്കാനോ എന്തെങ്കിലും ആവശ്യം പോയി തിരിച്ചു വരുന്നവരുണ്ടാവും, അങ്ങനെ പോയി വീട്ടിൽ പോകേണ്ടവരുണ്ടാവും, വേറെ പല ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോരോ 3/4 മണിക്കൂർ കഴിഞ്ഞാലും എഴുന്നേൽക്കും. അപ്പോൾ ഈ വണ്ടി വിട്ടാൽ ഞാൻ അടുത്ത വണ്ടി 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ, അടുത്ത സ്റ്റോപ്പ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തിരക്കുള്ളവർ ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചിലേക്കോളി. ബിസ്മില്ലാ സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. ഒന്നുകൂടെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ ചൊല്ലില്ലേ? اللهم صل على آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. എല്ലാവരും ഇരിക്കുക. മലിക് ഗസ്സാനികളുടെ രാജാവ് ജബലത്ത് ബിൻ ഐഹം മുസ്ലിമായി എന്ന വിവരം കേട്ടപ്പോൾ മുസ്ലിമീങ്ങൾക്കൊക്കെ വല്ലാത്ത സന്തോഷം. കാരണം അന്ന് നമ്മൾ സൗദി അറേബ്യ എന്ന് പറയുന്ന കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു കിങ്ഡം, രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു കിങ്ഡം, ഒരു കിങ്ഷിപ്പ് ഒന്നുമില്ല. അന്ന് ട്രൈബ്ഡമാണ്, ഒരുപാട് ട്രൈബുകൾ, കബീലകൾ ഭരിക്കുന്ന കാലമാണ്. അപ്പോൾ
സൗദി അറേബ്യയുടെ ഇന്നത്തെ സൗദി അറേബ്യയുടെ ജസീറത്തുൽ അറബിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം, അവിടെയാണ് ഗസ്സാനികൾ ഉള്ളത്. അവിടുത്തെ രാജാവ് മുസ്ലിമായി. അദ്ദേഹം വന്നത് നോക്കണം, ഇസ്ലാമിലേക്ക് ആദ്യമായിട്ട് വരാൻ, മദീനയിലേക്കാണ് വരുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കാണണമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി വരികയാണ്. വരുമ്പോ 500 കുതിരകൾ, ഒക്കെ 500 വെളുത്ത കുതിരകൾ. 313 കാറെന്ന് ഞാൻ പറയണില്ല, 500 വെളുത്ത കുതിരകൾ. ആ കുതിരകൾക്ക് മീതെ യൂണിഫോം ധരിച്ച യോദ്ധാക്കന്മാർ. അവരൊന്നും മുസ്ലിം അല്ല, ഇതിൽ ഒരാളെ മുസ്ലിം ഉള്ളൂ. ആര്? രാജാവ്. അവര് മദീനയിലേക്ക് വരുന്നു വളരെ സെറ്റപ്പില്. ആ കുതിരകൾക്ക് സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം അന്നത്തെ കാലത്ത്. മദീനയിലേക്ക് വരികയാണ്. മുസ്ലിമീങ്ങളൊക്കെ വല്ലാണ്ട് സന്തോഷിച്ചു. എന്തെന്നില്ലാത്ത ആഹ്ലാദം. ആ പ്രദേശത്തിന്റെ മുഴുവൻ രാജാവങ്ങ് വന്ന പ്രജകൾ വരും ഇസ്ലാമിലേക്ക്. തന്റെ ഇസ്ലാം ഫാറൂഖ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ തുറന്നു പറയാനാണ് ജബലത്ത് ഇബ്നു ഐഹം എന്ന് പറയുന്ന അന്നത്തെ രാജാവ്, ഗസ്സാനികളുടെ രാജാവ്, മദീനയിലേക്ക് വരുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങിച്ചെന്ന് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുസ്ലിം ആവണം. ചൊല്ലിക്കോളൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി. ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി പോകാൻ ഒരുങ്ങാൻ. ജബലത്ത് ഇബ്നു ഐഹം, ഞങ്ങളുടെ കൂടെ ഹജ്ജിന് വരുന്നോ? ഇവിടെ നിന്ന് 500 കിലോമീറ്റർ കൂടെ അങ്ങ് സൗത്തിലേക്ക് ഓടിയാൽ മക്കയാണ്. നിങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് വരുന്നോ? ഞങ്ങൾ ഞാനും വരുന്നു. ജബലത്ത് ഇബ്നു ഐഹം രാജകീയമായ പ്രൗഢിയിൽ മക്കയിലേക്ക് വരുന്നു. മക്കയിലെത്തി തവാഫ് നടക്കുകയാണ്. ശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് ഫസാരി ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ അങ്ങോട്ട് ചവിട്ടിപ്പോയി. അറിയാതെ ചവിട്ടിയത് പരമാർത്ഥം ജബലത്ത് ഇബ്നു ഐഹം അദ്ദേഹത്തിന്റെ മൂക്കിനടിച്ചു. മൂക്ക് പൊട്ടിയിട്ട് ചോര വന്നു. ഫസാരിയായ ചെറുപ്പക്കാരൻ ശകാഹു ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പരാതി പറഞ്ഞു. ഉമർ എന്നവരെ ജബലത്ത് ഇബ്നു ഐഹം എന്റെ മൂക്കിനടിച്ചു, എന്റെ മൂക്ക് മുറിഞ്ഞിരിക്കുന്നു. എന്തേ കാരണം? ഞാൻ അറിയാതെ അയാളുടെ ഡ്രസ്സിൽ ചവിട്ടിപ്പോയതാണ്. ഉമർ തങ്ങളാണ്, വിടുവോ? ജബല, ഇങ്ങോട്ട് വാ. ഹൽ ഫഅൽത, നിങ്ങളത് ചെയ്തോ? നഅം, ഞാൻ ചെയ്തു. എന്തിന്? എന്റെ വസ്ത്രത്തിൽ മനഃപൂർവ്വം ചവിട്ടി. പക്ഷെ അയാൾ പറഞ്ഞല്ലോ മനഃപൂർവ്വം അല്ല. നിങ്ങൾ എന്ത് ചെയ്തു? ലതംതുഹു അലാ വജ്ഹി, ഞാനൊരു അടി കൊടുത്തു. അതെയോ? വലൗലാ ഹുർമതു ബൈത്തില്ലാഹി ലദറബ്തു ബൈന ഐനൈഹി ബിസ്സൈഫ്. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുമ്പിലായി പോയി, കഅബയിലല്ലായിരുന്നുവെങ്കിൽ, മസ്ജിദുൽ ഹറാമിലല്ലായിരുന്നുവെങ്കിൽ ഞാൻ അയാളുടെ 2 കണ്ണുകൾക്കിടയിൽ എന്റെ വാളുകൊണ്ട് വെട്ടുമായിരുന്നു. ഓ ഉമർ റളിയല്ലാഹു അൻഹു, ലഖദ് അഖറർത, ചെയ്ത തെറ്റ് നിങ്ങളാൽ തന്നെ സമ്മതിച്ചു. സാക്ഷികളൊന്നും വേണ്ടി വന്നിട്ടില്ല, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഞാൻ ചെയ്തു. ഇമ്മാ അൻ തുർദിയൽ ഫസാരിയ, സാധാരണക്കാരനായ ഫസാരിയെ നിങ്ങൾ തൃപ്തിപ്പെടുത്തണം. ഒന്നുകിൽ നിങ്ങൾ ഇയാളെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇയാളോട് ഒന്നുകിൽ പൊരുത്തപ്പെടിക്കണം, അല്ലെങ്കിൽ ഫസാരിയോട് നിങ്ങളുടെ മൂക്കിന് അതുപോലെ അടിക്കാൻ ഞാൻ ഖിസാസ് ചെയ്യാൻ ഉത്തരവിടുകയാണ്. അങ്ങനെയോ? കൈഫ തഫഅലു വഅനൽ മലികു വഹുവ സ്സൂഖ, ഞാൻ രാജാവല്ലേ, ഇതൊരു സാധാരണക്കാരനല്ലേ, രാജാവായ എന്നെ സാധാരണക്കാരനോട് പ്രതികാരം ചെയ്യിക്കുമോ? ഇസ്ലാമിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ. ഉമർ തങ്ങൾ പറഞ്ഞു, ലഖദ് സവ്വൽ ഇസ്ലാമു ബൈനകുമാ, മുസ്ലിമായി കഴിഞ്ഞാൽ രാജാവും പ്രജയും അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. അള്ളാന്റെ മുമ്പിൽ ഒരുപോലെയാണ് രാജാവും പ്രജയും. മാറ്റല്ല ജബല, ഒന്നുകിൽ നിങ്ങൾ അയാളോട് പൊരുത്തപ്പെടിക്കണം, അല്ലെങ്കിൽ പ്രതികാരമുണ്ട്. നിങ്ങളുടെ മൂക്ക് ഇതുപോലെ നിങ്ങൾക്കും അപായപ്പെടും. ഉമർ എന്നവരെ, ഇന്ന് രാത്രി ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് നാളെ പറഞ്ഞാ പോരെ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അയാളന്ന് രാത്രി ഹജ്ജ് പോലും പൂർത്തിയാക്കാതെ തുർക്കിയിലേക്ക് രക്ഷപ്പെട്ടു. വതനസ്വറ, ഇസ്ലാമിൽ നിന്ന് പോയി അയാൾ ക്രിസ്ത്യാനിയായി. ഞാൻ മുസ്ലിം ആവില്ല, ഇങ്ങനെയൊക്കെ ഇസ്ലാം. പാവപ്പെട്ട ആളും മുതലാളിയും രാജാവും പ്രജയും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ
വളരെ ആവേശത്തോടെ 500 കുതിരകളെ നിരത്തുകയും അതിന് സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം കൊടുക്കുകയും ചെയ്ത് 500 യോദ്ധാക്കളെയും കൊണ്ട് മദീനയിലേക്ക് മുസ്ലിമാവാൻ ആരവത്തോടെ വന്ന മനുഷ്യൻ തന്റെ കൽബിലുണ്ടായിരുന്ന അഹങ്കാരത്തിന്റെ പേരിൽ ഞാൻ ആരെക്കാളും വലുതാണ് എന്ന തോന്നലിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഹിദായത്ത് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ ഉണ്ടായത്. ശുദ്ധമായ ഖുർആൻ പറയുന്നു, വമിൻഹും മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതല്ല മുസ്ലിമിന്റെ പേഴ്സണാലിറ്റി. മുസ്ലിം ഇങ്ങനെയല്ല. ഉറച്ച നിലപാടുകൾ. ഉമ്മയുടെ ഉമ്മയിൽ നിന്ന് ജന്മം കൊണ്ടേടം മുതൽ മരണത്തിലൂടെ ലോകത്തുള്ള അവസാനത്തെ യാത്ര അവസാനിപ്പിക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള ബർസഖിന്റെ യാത്ര ആരംഭിക്കുന്ന സെക്കൻഡ് വരേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിട്ടുവീഴ്ചയില്ലാതെ ജീവിക്കുന്ന സത്യവിശ്വാസി അവനാണ് മുഅ്മിൻ. അല്ലാഹുവേ, അങ്ങനത്തെ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. എന്തെങ്കിലും ഒരു അബദ്ധം, എന്തെങ്കിലും ഒരു രോഗമോ പ്രയാസമോ വരുമ്പോഴേക്കും ഇന്നാലിന്റെ പൂജാരിയുടെ അടുത്ത്, ഇന്നാലിന്റെ അമ്പലത്തിൽ അതിന് ചികിത്സയുണ്ടെന്ന് പറയുമ്പോഴേക്കും ഒന്ന് ഓടിപ്പോവല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ, മരുന്നുകളും ഡോക്ടർമാരും ഉണ്ടായിരിക്കെ, ഇസ്ലാമേതര മതവിശ്വാസങ്ങൾ ഉപയോഗിച്ച്, ഇസ്ലാമേതര മതങ്ങളുടെ മന്ത്രങ്ങൾ ഉപയോഗിച്ച്, ഇസ്ലാമേതര മതങ്ങളിലെ പൂജകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ചികിത്സ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു പക്ഷേ രോഗമങ്ങ് മാറിയെന്ന് തന്നെ വരാം. എന്തുകൊണ്ട്? പിശാച് ഉദ്ദേശിക്കുന്നത് നമ്മെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുവാനാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിശാചിന്റെ ഉപദ്രവം ഒഴിവായി കിട്ടും. എന്നാൽ അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് ചികിത്സിക്കുമ്പോൾ ചില വിഷയങ്ങളിൽ 5 കൊല്ലത്തോളം വിശുദ്ധ ഖുർആൻ ഓതി റുഖിയ ചെയ്യേണ്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. 5 കൊല്ലം നിരന്തരമായി റുഖിയ ചെയ്തു കൊടുക്കണം. ഖുർആൻ കൊണ്ട് മന്ത്രി ചൂതി കൊടുക്കുന്ന ചികിത്സ 5 കൊല്ലം ഒരൊറ്റ രോഗിക്ക്. നമ്മൾ പറയൂലേ, ഒരു പ്രാവശ്യം ചെയ്ത് സുഖല്ല, 2ാമത്തെ പ്രാവശ്യം ചെയ്ത് സുഖല്ല, എന്നാ പിന്നെ നമുക്ക് വേറെ നോക്കാം. അങ്ങനെയല്ല, മാറി നിൽക്കല്ലേ. അള്ളാഹുവിന്റെ ഖളാ ഹത്താ യഅതിയ ശിഫാഇ ഔ ഖളാ, അള്ളാഹുവിന്റെ വിധിയോ എന്റെ ശിഫയോ എനിക്ക് വരുന്നതുവരെ ഞാൻ അള്ളാഹുവിന്റെ കിതാബിന്റെ കൂടെയാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയാണ്. ഏതെങ്കിലും ആളുകൾ അവിടെ പോയപ്പോൾ അവന് സുഖമായി, ആ ഒരു ക്ഷേത്രത്തിൽ ഇത്ര ദക്ഷിണ കൊടുത്തപ്പോ കാര്യം സുഖമായി, അവിടെ ഇന്നത് ചെയ്തപ്പോ കാര്യം സുഖമായി. മുസ്ലിമീങ്ങളായ ആളുകളോടുള്ള എല്ലാ ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവര് നമ്മുടെ സഹോദരങ്ങളാണ്. മുസ്ലിമീങ്ങളല്ലാത്തവരോട് പോലും കരുണ ചെയ്താലും സ്വതക്ക ചെയ്താലും കൂലിയുണ്ട് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. എന്നാൽ വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെയും അവരുടെയും അഖീദകളിൽ വിശ്വാസമുണ്ടല്ലോ, വിശ്വാസത്തിൽ വ്യത്യാസമുണ്ടല്ലോ. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റൊരു ദീനിനെ പുൽകുകയോ മറ്റൊരു ദീനിന്റെ സംസ്കാരം സ്വീകരിക്കുകയോ ചെയ്യുന്ന രീതി ഇസ്ലാമേതര ചികിത്സാ രീതികളിൽ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ടത് ഹറാമും നിഷിദ്ധവുമാണ്. ഞാൻ രോഗിയായി ഇങ്ങനെ തന്നെ മരിക്കലാണ് അള്ളാഹുവിന്റെ ഖളാ എങ്കിൽ പോലും അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു ചികിത്സ എനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ ഈമാൻ ഉയരണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പ്രയാസം വരുമ്പോഴേ ആളുകൾ പറയുന്നിടത്തേക്കൊക്കെ ഓടില്ലേ, ഓടിപ്പോവും. ഇന്നലെ ഒരു ഉമ്മ എൻ്റെ വീട്ടിൽ വന്നു, കാണാൻ വേണ്ടി വന്നു. 52 വയസ്സുള്ള മകനെയുമായി. ആ മകന് മാനസിക പ്രയാസങ്ങളുണ്ട്. 52 കൊല്ലായി ആ ഉമ്മ കൊണ്ടു നടക്കുന്നു.